2024 സീസൺ IPL മിന്നും ഫോം തുടരുകയാണ് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ്. മൂന്നാം കളിയിൽ മുംബൈ ഇന്ത്യൻസിനെ റോയൽസ് തകർത്തത് 6 വിക്കറ്റിനാണ്. ഈ ജയത്തോടെ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്താനും രാജസ്ഥാനായി. പക്ഷെ തുടർച്ചയായി മൂന്നാം കളിയും ജയിച്ചു കുതിക്കുകയാണെങ്കിലും ചില കാര്യങ്ങൾ ടീമിനെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. സ്വപ്ന ഫോമിലാണ് യശസ്വി ജയ്സ്വാൾ ഇത്തവണ IPL എത്തിയത്. IPL 2024 സീസണ് തൊട്ടു മുൻപ് ഇംഗ്ലണ്ടിനെതിരെ നടന്ന ടെസ്റ്റ് പരമ്പരയിൽ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹമായിരുന്നു. എന്നാൽ IPL കളി മറക്കുന്ന ജയ്സ്വാളിനെയാണ് കാണുന്നത്. ലക്നൗ സൂപ്പർ ജയൻസിനെതിരായ ആദ്യ മത്സരത്തിൽ മികച്ച തുടക്കം ലഭിച്ചെങ്കിലും വലിയ സ്കോറാക്കി മാറ്റാൻ സാധിക്കാതിരുന്ന ജയ്സ്വാൾ ഡൽഹിക്കെതിരെ വെറും 5 റൺസിലാണ് പുറത്തായത്. മുംബൈ ഇന്ത്യൻസിനെതിരായ മൂന്നാം മത്സരത്തിലാകട്ടെ 6 പന്തിൽ 10 റൺസ് മാത്രമാണ് അദ്ദേഹം എടുത്തത്. മൂന്നാം കളിയിലും ജയ്സ്വാൾ ബാറ്റിംഗ് പരാജയമായത് രാജസ്ഥാൻ റോയൽസിനും ക്യാപ്റ്റൻ സഞ്ജു സാംസണും നൽകുന്ന ആശങ്ക ചെറുതല്ല. വരും മത്സരങ്ങളിൽ ഫോമിലേക്ക് തിരിച്ചെത്താൻ ജയ്സ്വാളിന് സാധിച്ചില്ലെങ്കിൽ അത് രാജസ്ഥാന് വലിയ തിരിച്ചടിയായേക്കും. മാത്രമല്ല, രാജസ്ഥാൻ റോയൽസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിദേശ താരമായ ജോസ് ബട്ട്ലറും തുടർച്ചയായ മൂന്നാമത്തെ കളിയിലും നിരാശപ്പെടുത്തുന്നതാണ് മുംബൈ ഇന്ത്യൻസിനെതിരെ കാണാൻ സാധിച്ചത്. 16 പന്തിൽ നിന്ന് 13 റൺസ് മാത്രമായിരുന്നു മുംബൈക്കെതിരെ ബട്ട്ലർക്ക് നേടാനായത്. നേരത്തെ ആദ്യ 2 കളികളിലും ജോസ് ബട്ട്ലർ ബാറ്റിംഗിൽ പരാജയമായിരുന്നു. ലക്നൌവിനെതിരെ 9 പന്തിൽ 11 റൺസ് നേടിയ അദ്ദേഹം ഡൽഹിക്കെതിരായ കളിയിൽ 16 പന്തുകളിൽ നിന്ന് 11 റൺസാണ് സ്കോർ ചെയ്തത്. ബട്ട്ലർ ഇക്കുറി ഫോമിലാവാത്തത് തുടർച്ചയായ മൂന്നാം ജയം നേടുന്നതിനിടെയും റോയൽസിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. സീസണിലെ ആദ്യ കളിയിൽ 52 പന്തിൽ നിന്ന് 82 റൺസ് എടുത്ത ടീമിന്റെ വിജയശില്പിയായിരുന്നു ക്യാപ്റ്റൻ സഞ്ജു സാംസൺ. എന്നാൽ സീസണിലെ ആദ്യ മത്സരങ്ങൾക്ക് ശേഷം നിരാശപ്പെടുത്തുന്ന രീതി ഇക്കുറിയും സഞ്ജു തുടരുകയാണോ എന്ന ആശങ്കയിൽ കൂടിയാണ് ആരാധകർ. ഡൽഹിക്കെതിരെ 15 റൺസിൽ വീണ സഞ്ജു മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിൽ 10 പന്തിൽ 12 റൺസ് എടുത്താണ് പുറത്തായിട്ടുള്ളത്. ആദ്യ മത്സരത്തിന് ശേഷം സഞ്ജു തുടർച്ചയായ 2 മത്സരങ്ങളിൽ ഫ്ലോപ്പായത് വിജയങ്ങൾക്കിടെയും ടീമിന്റെ ആശങ്ക കൂട്ടുന്നുണ്ട്. IPL 2024 സീസണിൽ തുടർച്ചയായ മൂന്നാം കളിയും ജയിച്ച പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്താൻ രാജസ്ഥാൻ റോയൽസിന് കഴിഞ്ഞിട്ടുണ്ട്. കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് 125 എന്ന സ്കോറിൽ ഒതുങ്ങിയപ്പോൾ രാജസ്ഥാൻ റോയൽസ് 15.3 ഓവറുകളിൽ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു. 3 വിക്കറ്റുകൾ വീതം വീഴ്ത്തിയ യുസ്വേന്ദ്ര ചഹലും ട്രെന്റ് ബോൾട്ടുമാണ് രാജസ്ഥാന്റെ ബോളിംഗ് ഹീറോസ്. ബാറ്റിംഗിൽ റിയാൻ പരാഗിന്റെ ഹീറോയിസമാണ് കണ്ടത്. മുൻനിര ബാറ്റർമാർ പരാജയമായ കളിയിൽ 39 പന്തിൽ 54 റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന് പരാഗ് ടീമിന്റെ ഹീറോയാവുകയായിരുന്നു. മുംബൈ ഇന്ത്യൻസിന്റെ ഹോം ഗ്രൗണ്ടായ വാങ്കഡയിൽ നടന്ന കളിയിൽ ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ആദ്യം ബോൾ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. സഞ്ജുവിന്റെ തീരുമാനത്തെ പൂർണ്ണമായും ശരിവെക്കും വിധം പന്തെറിഞ്ഞ റോയൽസിന്റെ ബോളർമാർ എതിരാളികളെ ചെറിയ സ്കോറിൽ തന്നെ തളയ്ക്കുകയും ചെയ്തു. ജയത്തിന് ശേഷം സംസാരിക്കുന്ന സമയത്ത് ടോസാണ് കളിയിൽ വഴിത്തിരിവായതെന്ന് സഞ്ജു സാംസൺ ചൂണ്ടിക്കാട്ടിയിരുന്നു. കളിയുടെ തുടക്കത്തിൽ വിക്കറ്റ് കുറച്ച് സ്റ്റിക്കിയായിരുന്നുവെന്നും എന്നാൽ ട്രെന്റ് ബോൾട്ടിന്റെയും നാന്ദ്രെ ബർഗറിന്റെയും പരിചയ സമ്പത്ത് തങ്ങളെ സഹായിച്ചെന്നും സഞ്ജു വ്യക്തമാക്കിയിരുന്നു.